Welcome to Machinery World. Good afternoon, sir. Myself Salahuddin. I am from Trivandrum. I am running a YouTube channel. My YouTube channel is Machinery World. It is a dedicated channel for industrial machines only. Okay, sir. I welcome you to my channel. Okay, thank you, sir. Okay, sir. Will you please explain each and every that machine that you have displayed here, sir? Okay, sir. First of all, our company is Catco System. We are starting in 1999. And our major product is batch coding printers. Okay. Batch coding printers is a full complete solution ആണ് നമ്മൾ ചെയ്യുന്നത്. Okay, sir. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹാൻഡി കോഡിലാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 2000 രൂപ മുതൽ 5 ലക്ഷം 6 ലക്ഷം വരെ വില വരുന്ന പ്രിൻറ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ബാച്ച് കോഡിങ്ങിന്. അപ്പം അതിൻ്റെ ആക്സസറീസ് കൺവേയേഴ്സ് വൈൻഡർ റിവൈൻഡേഴ്സ് ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഹിറ്റാച്ചിയുടെ ഇഞ്ച് പ്രിൻറ്റേഴ്സാണ്. ഹിറ്റാച്ചി ഇഞ്ച് പ്രിൻറ്റേഴ്സിൻ്റെ സൗത്ത് ഇന്ത്യയുടെ മാസ്റ്റർ ഡീലേഴ്സാണ് നമ്മുടെ കാറ്റ്കോ സിസ്റ്റം. അത് എക്സ്ക്ലൂസീവ്ലി കർണാടക, തമിഴ്നാട്, കേരളം റീജിയണൽ ഓഫീസ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ്. ബാക്കി ചെന്നൈ, കോയമ്പത്തൂർ, മംഗലാപുരം, കർണാടകയിൽ ബാംഗ്ലൂരെല്ലാം നമുക്ക് ഓഫീസുകളുണ്ട്. സർ, ഈ മെഷീൻസ് ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഒത്തിരിയധികം മെഷീൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1 by 1 ആയിട്ട് സാറ് ഇവിടെ ഈ മെഷീൻ മുതൽ സ്റ്റാർട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സാർ? ഇതെന്ന് പറയുമ്പോൾ സവേമയുടെ EPO പ്രിൻറ്റേഴ്സാണ്. ഇത് നമുക്ക് എക്സ്ക്ലൂസീവ് മെയിനായിട്ട് പാക്കിംഗ് മെഷീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രിൻറ്റേഴ്സാണ്. പാക്കിംഗ് മെഷീൻ അല്ലെങ്കിൽ കൺവേഴ്സ് ടർക്കിഷ് ബ്രാൻഡാണ്. ഇത് വരുമ്പോൾ നമുക്ക് ഇൻക്ലൂഡിങ് നോട്ടിഫിക്കേഷൻ ടാക്സ്, MRP പറഞ്ഞ എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പിന്നെ കോസ്റ്റ് വന്നിട്ട് എത്ര വരും സാർ? സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് 160 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഹെഡിൻ്റെ സൈസ് അനുസരിച്ച് പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരും. അതായത് നമുക്ക് സ്റ്റാർട്ടിംഗ് സൈസ് എന്ന് പറയുന്നത് 32/40 mm ആണ്. ആ ഒരു ബോക്സ് സൈസിന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ. അതിനനുസരിച്ച് അതിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച് പ്രിൻറ്റിൻ്റെ കോസ്റ്റ് മാറി വരും. ഓക്കെ. പിന്നീട് 53യുടെ വരുന്നുണ്ട്, 107ൻ്റെ ഹെഡ് വരുന്നുണ്ട്. പിന്നെ ഏരിയ വൈസ് പ്രിൻറ്റിംഗ് ആണ്. ആ ഏരിയയുടെ സൈസ് അനുസരിച്ച് നമുക്ക് കോസ്റ്റ് കൂടും. ഓക്കെ. ഇത് ബേസിക്കലി ഈ കാറ്റ്കോ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ധാരാളം പിന്നെ ഇതുപോലുള്ള ഈ പ്രിൻറ്റിങ്ങിന് വേണ്ടി ഇരുന്ന് കാറ്റ്കോ മെഷീൻസ് ഉപയോഗിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ വ്യവസായ വകുപ്പിലായിരുന്നു. അപ്പോൾ ഒരുപാട് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രികളിൽ വിസിറ്റ് ചെയ്യുമ്പോഴെല്ലാം ഈ കാറ്റ്കോയുടെ പ്രിൻറ്റിങ് മെഷീൻസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിൻ്റെ പിന്നെ കോസ്റ്റ്, അതോടൊപ്പം തന്നെ അതിൻ്റെ GST ഉൾപ്പെടെ ഇന്നത്തെ നമ്മുടെ റേറ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറ് പിന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ എത്ര രൂപ വരും ഉദ്ദേശം? ഇപ്പോൾ നമ്മൾ ടേബിൾ ടോപ്പ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ പാക്കിംഗ് മെഷീനിലേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് GST അടക്കം വരുമ്പോൾ നമ്മുടെ നോർമൽ GST 80% ആണ്. 160 + 80% നമുക്ക് ചെയ്യാൻ പറ്റും ഈ ബേസിക് മോഡൽ. ഓക്കെ. നമുക്ക് അടുത്ത മെഷീൻ നോക്കിയാലോ സാർ? ഹിറ്റാച്ചിയുടെ ഇഞ്ചറ്റ് പ്രിൻ്റർ, കണ്ടിന്യൂസ് ഇഞ്ചറ്റ് പ്രിൻ്റർ നമ്മൾ സൗത്ത് ഇന്ത്യ മൊത്തം ഓതറൈസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇത് വന്നിട്ട് നമുക്ക് 4 ലൈൻ, 6 ലൈൻ, 8 ലൈൻ വരെ അവൈലബിൾ ആണ്. ഹൈ സ്പീഡ് മോഡൽസ് എല്ലാം അവൈലബിൾ ആണ്. മെയിൻലി കേരളത്തിൻ്റെ ഒരു 80% ഫുഡ് ഇൻഡസ്ട്രി, അതുപോലെ ഐസ്ക്രീം ഇൻഡസ്ട്രി, വാട്ടർ ഇൻഡസ്ട്രി ഈ പറഞ്ഞ വരുന്ന സ്ഥലത്ത് നമ്മൾ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മേജർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അജ്മി, ഡബ്ലോസ്, ലാസ, മെക്ഡോൾസ് ഇതെല്ലാം നമുക്ക് പ്രിൻ്റർ നമ്മൾ സപ്ലൈ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ്. ഈ മെഷീൻ്റെ ഒരു ഇന്നത്തെ പർച്ചേസ് വാല്യൂ എത്ര വരുന്നത് ഇൻക്ലൂഡിങ് GST? ഈ മോഡലേക്ക് ആകുമ്പോൾ സ്റ്റാൻഡേർഡ് മോഡലേക്ക് ആകുമ്പോൾ നമുക്ക് വരുന്നത് 260 + 80% ആണ്. 260 lakhs + 80%. അതിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു ഹൈ എൻഡ് മോഡലാണ്. നമുക്ക് എല്ലാ ടൈപ്പ് സർഫീസും നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അതായത് പൗച്ച്, ബോട്ടിൽ, അൺഈവൻ ഏത് സർഫീസും നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ. ഇതിൻ്റെ സർവീസ് വാറണ്ടി എത്ര വരും? 1 year വാറണ്ടി വിത്ത് റീപ്ലേസ്മെൻറ്റ് ഓഫ് സ്പെയർസ്. ഓക്കെ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ സർവീസ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ പാർട്സിന് നമുക്ക് കോസ്റ്റ് മീറ്റ് ചെയ്യേണ്ടി വരും. കോസ്റ്റ് മീറ്റ് ചെയ്യും. So we'll move to the next one, sir.
നമ്മൾ ഈ കാണുന്ന മെഷീനുണ്ട് ഇപ്പോൾ, അതായത് ലേസർ മാർക്കിംഗ് പ്രിൻ്റർ. അപ്പം ഇത് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിലില്ലല്ലോ. ഡിസ്പ്ലേ ആ ഓക്കെ. ഇതിൻ്റെ പിന്നെ ആപ്ലിക്കേഷൻസ് ഇത് ഇപ്പോൾ മെയിൻലി നമുക്ക് മേജറായിട്ട് എൻക്വയറീസ് വരുന്നത് വെള്ളം കമ്മികളാണ്. പെറ്റ് ബോട്ട്സ്, ജ്യൂസ് ബോട്ടിൽ ഇതിലൊക്കെ ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺസപ്ഷൻ ഇല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് ഹൈ ആണ്. കൺസ്യൂമേഴ്സ് വരുന്നില്ല. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. ബട്ട് നമ്മൾ കൺസപ്ഷൻ ചേർത്താണ് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ 4 to 5 ഇയേഴ്സിലേക്ക് വേറെ കൺസപ്ഷൻ വേറെ വരുന്നില്ല. ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ബോട്ടിൽസ് അല്ലെങ്കിൽ SS, HDP മെറ്റീരിയൽ ഇതിലൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാം. അതായത് മോഡൽസ് മാറും. ഈ CO2 എല്ലാ പാക്കേജിങ് മീഡിയയിലും ഇത് പ്രിന്റ് ചെയ്യും, യൂസ് ചെയ്യാം. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മോഡൽ മാറും. ഏത് മോഡൽ വേണം നമ്മൾ സാമ്പിൾ എടുത്തിട്ട് മാത്രമേ ചൂസ് ചെയ്യും. അതായത് മീഡിയയുടെ ഇതനുസരിച്ചിട്ട് പ്രിന്റിംഗ് മീഡിയ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച് കോസ്റ്റ് മാറും. ഇത് പെർമനന്റ് മാർക്കിംഗ് ആണ്. വൺസ് മാർക്ക് ചെയ്താൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. എൻഗ്രേവിംഗ് ആണ് വരിക. ഓക്കെ. മറ്റുള്ള ഇങ്കിൻ്റെ പോലെയല്ല. നമ്മൾ ഈ കാണുന്ന എല്ലാ മെഷീൻസും പിന്നെ ഇപ്പം സപ്ലൈയിലുണ്ട് സാർ. അതെ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളെ പ്രേക്ഷകരാണെങ്കിലും കണ്ടിട്ട് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിട്ട് തന്നെ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വേറൊരു മോഡലാണ്. തെർമൽ ഇഞ്ചിറ്റ് ഹാൻഡ് ഹെൽഡ് പ്രിന്റേഴ്സ് എന്ന് പറയും. ഇത് നമുക്ക് ചെറിയ സ്മോൾ സ്കെയിലിൽ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ് ഉള്ളവർക്കൊക്കെ ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. നമുക്ക് ഇതിൽ തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഈസി ആയിട്ട് ടച്ചിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. മെസ്സേജുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യത്തിന് നമുക്ക് പ്രിൻറ്റ് ചെയ്താൽ മതി. ഈസി ആയിട്ടുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ഒരു പ്രസ് ചെയ്ത് സ്ലൈഡ് ചെയ്താൽ ഇതുപോലെ നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇതൊരു പെർമനൻറ്റ് മാർക്കാണ്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ലാമിനേഷൻ പൗച്ച് ഇതിലൊക്കെ ചെയ്യാൻ പറ്റും. പെർമനൻ്റ് അല്ല, ലിങ്കാണ്. മനസ്സിലായി. ബട്ട് സ്മോൾ സ്കെയിലായിട്ട് വരുന്ന ആൾക്കാർക്ക് സ്റ്റാർട്ടപ്പ് പേജിനെ സംബന്ധിച്ചോളം ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും പോസിബിൾ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിൻ്റർ ആയിരിക്കും ഏറ്റവും അവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. ലോ കോസ്റ്റ് ഹൈ വാല്യൂ ചെയ്യാം. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത് നമുക്ക് തെർമൽ ഇഞ്ചിറ്റ് കൺവെയർ ടൈപ്പ് പ്രിൻ്റേഴ്സാണ്. ഇത് രണ്ട് മോഡലും സെയിം തന്നെയാണ്. ആക്ച്വലി രണ്ട് ബ്രാൻഡാണ് മോഡൽ. വർക്കിംഗ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ്ററിംഗ് യൂസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബാർകോഡ് QR കോഡ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഈ നേരത്തെ കണ്ട ഹാൻഡ് ഹെൽഡ് ടൈപ്പ് പ്രിൻ്റേഴ്സിന് തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. നേരിട്ട് പാക്കിംഗ് മെഷീനിലോ അല്ലെങ്കിൽ ഫ്ലോറാർ മെഷീനിലോ ഒക്കെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ സിംഗിൾ പൗച്ചും ഇതുപോലെ കൺവെയറിൽ വെച്ച് അടിച്ചെടുക്കാം. ഇത് നമുക്ക് പല റേറ്റിൽ വരുന്നുണ്ട്. പല ബ്രാൻഡ് പല ആപ്ലിക്കേഷൻ പല ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്കൊരു 85,000 പ്ലസ് GST സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അങ്ങനെ 1.5 lakh പ്ലസ് GST വരെ മെഷീൻസ് ഉണ്ട്. ഓക്കെ. അത് അതിൻ്റെ ഹൈറ്റ്, ലൈൻസിൻ്റെ എണ്ണം പറഞ്ഞ ബ്രാൻഡൊക്കെ അനുസരിച്ച് മാറും. ഓക്കെ. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് സാർ വരുന്നത്? ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി പൗച്ചസ്, അതുപോലെ ലേബൽസ് പറഞ്ഞ കാര്യങ്ങളാണ്. ഫുഡ് ഇൻഡസ്ട്രിയിലായിരിക്കും തോന്നുന്നത് യൂസ് ചെയ്യാം. ബോട്ടിലിന് ഇതിലൊക്കെ വരുമ്പോൾ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡയറക്റ്റ് ബോട്ടിൽ പ്രിൻറ്റിങ് നമുക്ക് ബുദ്ധിമുട്ടാണ്. സാർ നമ്മളിപ്പോൾ ഇവിടെ പല മെഷീൻസ്, പല പിന്നെ പിക്ചേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഒരുപാട് മെഷീൻസിൻ്റെ ഫോട്ടോസ് എല്ലാം നമ്മൾ കണ്ടു. കുറച്ച് മെഷീൻസ് വർക്കിംഗ് കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മെഷീൻസ് കാണുന്ന നമ്മുടെ പ്രേക്ഷകർ ഒരുപക്ഷെ അവർക്ക് ആവശ്യമുള്ള മെഷീൻസ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓഫീസ് വരുന്നത്, റീജിയണൽ ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഒല്ലൂർ ചീരാച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ കോൺടാക്ട് നമ്പർ ഞാൻ പറയാം. നമ്പർ 7594972031, അതല്ലെങ്കിൽ 9388009167. ഈ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. താങ്ക് യു സാർ. ഹാവ് എ വണ്ടർഫുൾ ഡേ സാർ.